അമേരിക്കയിൽ നിന്ന് കത്തുകയാണ്. കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലുമൊക്കെ കാട്ടുതീ ആളിപ്പടർന്നിട്ട് 30,000 ഏക്കറുകളാണ് നഷ്ടപ്പെട്ടു പോയത്. 10,000-കണക്കിന് വീടുകളാണ് നഷ്ടപ്പെട്ടു പോയത്. 10ഓളം വരുന്ന ആളുകളാണ് മരണപ്പെട്ടു പോയത്. ബില്യൺ കണക്കിന് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ കാട്ടുതീ ആളി പടർന്നുകൊണ്ടിരിക്കുന്നു. നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തുമ്പോ അതിലൊന്നും ഞാൻ സന്തോഷിക്കുന്നില്ല, അതിലൊന്നും ഞാൻ സന്തോഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, കർമ്മഫലമെന്ന് പറയുന്ന ഒന്നുണ്ട്, മനസ്സിലാക്കിക്കൂ. ആരാ അമേരിക്ക ഫലസ്തീനിലെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുക, 10,000-കണക്കിന് പിഞ്ചുമക്കളെ കൊന്നൊടുക്കുക, 1000-കണക്കിന് ഗർഭിണികളെ കൊന്നൊടുക്കുക, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടമാക്കിയ, നാട് നഷ്ടമാക്കിയ, കൈകാലുകൾ നഷ്ടമാക്കിയ, സർവ്വം നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ഇസ്രായേൽ ഉണ്ടല്ലോ, ആ ഇസ്രായേലിന് വലിയ സാമ്പത്തിക ശക്തിയായി നിലനിന്നിരുന്ന, വലിയ സന്നാഹങ്ങൾ ഒരുക്കിയ, എല്ലാവിധ സഹായങ്ങളും ഒരുക്കിയ, എല്ലാ കുതന്ത്രങ്ങളും ചെയ്ത അമേരിക്ക, ആ അമേരിക്ക ഇന്ന് നിന്ന് കത്തുമ്പോ വിശ്വാസികളെ നമുക്കൊന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഫറോവമാരുടെ പതനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആദ് സമുദായം, സമുദായം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധിക്കാരികളാകുന്ന, അഹങ്കാരികളാകുന്ന ആളുകളുടെ പതനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദുരന്തം വരുമ്പോ ആ ദുരന്തത്തിൽ ഞാൻ സന്തോഷിക്കുകയില്ല, അതിൽ ഞാൻ മതിമറക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, കർമ്മഫലമെന്ന് പറയുന്ന ഒന്നുണ്ട്, അത് നിങ്ങൾ മറന്നു പോകണ്ട. ഒരു നിരപരാധി നിങ്ങൾ വേദനിപ്പിച്ച, അത് നാവ് കൊണ്ടാകട്ടെ, അത് ഹൃദയം കൊണ്ടാകട്ടെ, നിങ്ങളുടെ കൈകാലുകൾ കൊണ്ടാകട്ടെ, ഏത് തരത്തിലാണെങ്കിലും നിരപരാധികളെ നിങ്ങൾ വേദനിപ്പിച്ച അതിന്റെ തിരിച്ചടികൾ നിങ്ങൾക്കുണ്ടാകുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബില്യൺ കണക്കിനാണ് പ്രിയപ്പെട്ടവരെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അഹങ്കാരികളുടെ കൂട്ടത്തിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെ കാക്കണേ അല്ലാ. അധികാരത്തിലേറിയ ഡൊണാൾഡ് ട്രംപ് ബന്ധുക്കളെ മുഴുവനും വിട്ടയച്ചിട്ടില്ലെങ്കിൽ ശവപ്പറമ്പായി ഗസയെ മാറ്റുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന ഇറക്കുന്നതിന് തൊട്ടുപിറകെയാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും ആ ദുരന്തത്തിൽ നിന്നും കരകയറാൻ അമേരിക്ക ഒരുപാട് പാടുപെടും, ഒരുപാട് കഷ്ടപ്പെടും, അതിന് സംശയമില്ല. ഒരു വിഷമത്തിലോ ഒരു പരീക്ഷണത്തിലോ ഒരു ദുഃഖത്തിലോ നമ്മൾ സന്തോഷിക്കാനില്ല. അല്ലാഹുവിന്റെ പരീക്ഷണമാ. അല്ലാഹു കാണുന്നില്ല എന്ന് നടിക്കരുത്, അല്ലാഹു ഒന്നും കേൾക്കുന്നില്ല എന്ന് നടിക്കരുത്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ, നിരപരാധികളുടെ നിലവിളികൾക്കാണ് ഫലസ്തീൻ സാക്ഷിയായത്. അവരുടെ നിലവിളികൾ പടച്ച തമ്പുരാൻ കേൾക്കാതിരിക്കുമോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫലസ്തീനിലെ സഹോദരങ്ങൾ ചിരിക്കാൻ ഈ ലോകം അവസാനിക്കില്ല. ഓർത്തുവെച്ചോ സഹോദരാ, ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായ, വലിയ യുദ്ധസന്നാഹങ്ങളുള്ള, വലിയ പട്ടാള സൈന്യങ്ങളുള്ള അമേരിക്ക ഇന്ന് നിന്ന് വിറയ്ക്കുകയാണ്, ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ പ്രിയപ്പെട്ടവരെ, നിരപരാധികളാകുന്ന മനുഷ്യരെ കൊന്നൊടുക്കിയതിന്റെ ശാപമാണ്. നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയതിന്റെ പരിണിത ഫലമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ഇസ്രായേൽ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്, ഒരു നിരപരാധികളെയും നിങ്ങൾ വേദനിപ്പിക്കരുത്, ഒരു നിരപരാധികളെയും നിങ്ങൾ വിഷമിക്കരുത്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് നൽകുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാ.